ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയണോ? അങ്ങനെ ഒരു മഹത്വത്തിന്റെ ഖൽബ് നമുക്കുണ്ടോ? അഹ്ലുൽ ബൈത്തിനെ ഇഷ്ടം വെച്ച് ലോകത്തോട് വിട പറയാൻ നമുക്ക് അവസരം കിട്ടിയോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയാ മാത ഷഹീദ, അടർക്കളത്തിൽ വീരമൃത്യു വരിച്ച് ഷഹീദായവർക്ക് എന്ത് പ്രതിഫലം കൊടുക്കുന്നു? ആ പ്രതിഫലം അല്ലാഹു അവന് നൽകുകയാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് അവസാനിപ്പിച്ചില്ലല്ലോ. ആ തമഖുറല്ല, അവൻ ചെയ്ത പാപങ്ങളും സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അവിടെയും അവസാനിപ്പിക്കാതെ മുത്തനബി പറയാ മാത തായിബ, പരിപൂർണമായി നസൂഹായ തൗബ ചെയ്ത രൂപത്തിലാണ് അവൻ ലോകത്തോട് വിട പറയുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയാ ആത മുഅ്മിനൻ മുസ്തഖ്ബിലൽ ഈമാൻ, സമ്പൂർണ്ണ വിശ്വാസിയായ അവൻ ലോകത്തോട് വിട പറയാലോ. കഴിഞ്ഞില്ല വിഷമസന്ധിയിൽ പ്രയാസഘട്ടങ്ങളിൽ ഏഴോളം ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തുണയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ബശറഹു മലക്കുൽ മൗതി ബിൽ ജന്ന, മരണത്തിന്റെ ദൂതൻ ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിച്ചാണ് നിങ്ങളുടെ ആത്മാവ് പിടിച്ചെടുക്കുകയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളുടെ ഖബറിലേക്ക് നിങ്ങളുടെ ജനാസ കൊണ്ടുപോയി വെച്ചാൽ അവിടെ മുൻകറും നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കാൻ ആ മലക്കുകൾ തയ്യാറാകുന്ന ഒരു മഹബത്തുണ്ടെങ്കിൽ അത് അഹ്ലുൽ ബൈത്തിനോടുള്ള മഹബത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെയും അവസാനിപ്പിക്കാതെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ യുസഫു ഇലൽ ജന്ന കദാ തുസഫുൽ അറൂസു ഇലാ ബൈതി സൗജിഹാ, ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് മണവാട്ടിയെ ആനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മാലാഖമാർ അവനെ ആനയിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയാണ് അവന്റെ ഖബറിലെ രണ്ട് കവാടങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് മലക്ക് തുറന്നു തരുമെന്നാണ്. ഈ വലിയ സൗഭാഗ്യം നമ്മൾ അറിയണോ? അതാണ് സിൻസിയർ അക്കാഡമി.